ഹായ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DP ടെസ്റ്റ് അല്ലെങ്കിൽ ഡൈ പെനട്രൻ്റ് ടെസ്റ്റിനെ പറ്റിയാണ്. ഇതിനെ ലിക്വിഡ് പെനട്രൻ്റ് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു NDT ടെസ്റ്റാണ്, അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഈ NDT ടെസ്റ്റുകളിലൊക്കെ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ പെർമനൻ്റായിട്ട് ഓൾട്ടർ ചെയ്യാതെയോ അല്ലെങ്കിൽ ഡാമേജ് ചെയ്യാതെയൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, DP ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവ മെറ്റൽസിൻ്റെ ജോയിൻസിൽ സർഫസിലുള്ള ഡിഫക്റ്റുകളും അതുപോലെ തന്നെ ചെറിയ ക്രാക്കുകളും ഡിസ്കണ്ടിന്യൂറ്റീസും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് വളരെ വൈഡായിട്ടും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് കൺവെൻഷനലായിട്ട് നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിച്ച് വരുന്നു. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മെത്തേഡ് വെൽഡഡ് ജോയിൻസിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഫെറസും നോൺ ഫെറസ് മെറ്റൽസിലും ഇവ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റൽസും, നോൺ ഫെറസ് മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇല്ലാത്തവയാണ്. അപ്പോൾ അതായത് ഈ സ്റ്റീല്, കാസ്റ്റ് അയൺ, റോട്ട് അയൺ തുടങ്ങിയവയൊക്കെ നമുക്ക് ഫെറസ് മെറ്റൽസ് ആയിട്ടും പറയാം. അതുപോലെ കോപ്പർ, നിക്കൽ, ലെഡ് തുടങ്ങിയവയൊക്കെ നമുക്ക് നോൺ ഫെറസ് മെറ്റൽസിനായിട്ടും പറയാം. ഓക്കെ, ഇനി DP ടെസ്റ്റിലേക്ക് വരാം. അതായത് ഈ ടെസ്റ്റ് മിക്കവാറും എല്ലാ ഇൻഡസ്ട്രീസിലും ഉപയോഗിച്ച് വരുന്ന ഒരു കോമൺ മെത്തേഡാണ്. പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ പൊതുവായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ DP ടെസ്റ്റിൻ്റെ പിറകിലുള്ള പ്രിൻസിപ്പൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുപയോഗിക്കുന്ന ലിക്വിഡ് പെനട്രൻറ്റിൻ്റെ ക്യാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ ക്യാപ്പിലറി എഫക്റ്റ് ആണെന്ന് പറയാം. ഈ ക്യാപ്പിലറി എഫക്റ്റിനെ പറ്റി ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ലിക്വിഡ് ഒരു മെറ്റീരിയലിൻ്റെ സർഫസിൽ വീണ് കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ സർഫസിലുള്ള നാരോ ആയിട്ടുള്ള സ്പേസിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും സഹായമില്ലാതെ കയറിപ്പോകുന്ന കാണാം. ഈ ഒരു ആക്ഷനെയാണ് നമ്മൾ ക്യാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ ക്യാപ്പിലറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റൈസ് മൂവ്മെൻ്റ് ആകാം, ചിലപ്പോൾ ഒരു ഫാൾ മൂവ്മെൻ്റ് ആകാം. ഓക്കെ, അടുത്തായിട്ട് ഈ DP ടെസ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കമ്പോണൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ഒരു സർഫസ് ക്ലീനർ, രണ്ടാമത്തെ ഒരു പെനട്രൻറ്റ്, പിന്നെ മൂന്നാമതായിട്ട് ഒരു ഡെവലപ്പറും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ഈ കയ്യിലുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും എക്സ്പയറി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഐറ്റം സർഫസ് ക്ലീനർ ഉപയോഗിക്കുന്നത് ഈ ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റലിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഐറ്റം പെനട്രൻറ്റ് ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് നിറത്തിലുള്ളതാണ്. ഈ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലുള്ള ഡെവലപ്പറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് പ്രിപ്പറേഷനാണ്. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനെടുത്തിരിക്കുന്ന മെറ്റലിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട സർഫസ് നന്നായിട്ട് സർഫസ് ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. അതായത് ആ ഭാഗത്തെ ഡസ്റ്റോ ഗ്രീസോ വേറെ എന്തെങ്കിലും തുരുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സർഫേസ് നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓഫ് പെനട്രൻറ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള പെനട്രൻറ്റ്, അതിനെ നമ്മൾ ഡൈ എന്നും പറയുന്നുണ്ട്. ഈ ഡൈ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സർഫസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഈ വെയിറ്റിംഗ് പീരീഡിൽ ഈ പെനട്രൻറ്റ് മെറ്റലിൻ്റെ സർഫേസിലേക്ക് ഇറങ്ങുന്നു. അതായത് ആ സർഫസിൽ എന്തെങ്കിലും വോയിഡ്സോ ചെറിയ ക്രാക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഡൈ ഇറങ്ങുന്നു. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്പിലറി ആക്ഷനാണ്. പിന്നെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സർഫസിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും പെനട്രൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ഒരു നല്ല തുണിയൊക്കെ വെച്ചിട്ട് ഈ വൺ ഡയറക്ഷനിൽ നല്ലോണം ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഈ പെനട്രൻറ്റിൻ്റെ എക്സസ് റിമൂവലിനൊക്കെ ശേഷം അടുത്ത നമ്മുടെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. ഡെവലപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഒരു പൗഡറി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ ഡെവലപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ പെനട്രൻറ്റ് അടിച്ച ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് വെയിറ്റിംഗ് പീരീഡോടെ കൊടുക്കുന്നു. ഈ ഡെവലപ്പർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ സർഫസിൽ ഈ ക്രാക്കിലോ ചെറിയ ചെറിയ പോർസിലൊക്കെ ഉള്ള ട്രാപ്പായിട്ട് കിടക്കുന്ന നേരത്തെ അടിച്ച പെനട്രൻറ്റിനെ വലിച്ചെടുക്കുന്നതാണ്. അങ്ങനെ വലിച്ചെടുത്തിട്ട് ഇത് ഈ മെറ്റലിൻ്റെ സർഫസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഡെവലപ്പർ അടിച്ച ഈ വൈറ്റ് പ്രതലത്തിൽ എന്തെങ്കിലും ചെറിയ ഡോട്ട് പോലെയോ ലൈൻസ് പോലെയൊക്കെ റെഡ് കളറിലെ ഈ പെനട്രൻറ്റിനെ കണ്ടാൽ, അല്ലെങ്കിൽ ഈ പെനട്രൻറ്റ് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ചെറിയ ക്രാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു NDT ഇൻസ്പെക്ടർ ആയിരിക്കും. അവരാകുമ്പം ഈ സർഫസിലെ ഡീറ്റെയിലൊക്കെ സർഫസിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും.
അപ്പോൾ ഈ ക്രാക്സിനനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മാർക്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സർഫസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എന്ത് തരത്തിലുള്ള ഡിഫക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഇൻസ്പെക്ടർ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരുന്നത്. ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ ഈ ഡിഫക്റ്റുകളുടെ ടൈപ്പും സൈസും നേച്ചറും എന്നിവയൊക്കെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഫൈൻ പൊറോസിറ്റി, അതായത് സൂക്ഷ്മമായിട്ടുള്ള പോർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡോട്ട് പോലെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇൻസ്പെക്ഷനൊക്കെ നടത്തുമ്പോൾ നല്ല ലൈറ്റ് വേണം, അഡിക്വേറ്റ് ലൈറ്റ് വേണം. പിന്നെ നല്ല വെളിച്ചമുണ്ടെങ്കിൽ ഈ ഡിഫക്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ DP ടെസ്റ്റ് പുതിയൊരു വെൽഡഡ് ജോയിൻറ്റിലോ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ജോയിൻറ്റിലോ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. അതായത് മറ്റുള്ള NDT ടെസ്റ്റുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ലോ കോസ്റ്റ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ക്രാക്കുകളും ലൈൻസും ഒക്കെ തന്നെ നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് തന്നെ. പിന്നെ ഇത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനിത് മെറ്റൽസിൽ മാത്രമേ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ. പിന്നെ പറയാമെന്ന് ക്വിക്ക് റിസൾട്ടാണ്. അതായത് ഇതിൻ്റെ പ്രോസസ്സ് വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ പറയാം പോർട്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു വർക്ക് സൈറ്റിലായിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്ത് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ഈസിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സർഫസിൽ ഡിഫക്റ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തഡായിട്ട് തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സർഫസ് ഓവറായിട്ട് സ്മൂത്ത് ആയാലും ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഫൈനായിട്ടുള്ള പോർസ് എല്ലാം കണ്ടുപിടിക്കാൻ ഈ സ്മൂത്ത് സർഫേസിൽ ഇത്തിരി പാടാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാം, ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടറുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും അതുപോലെ ഈ ടെസ്റ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ടിലൊക്കെ മൈനറായിട്ടുള്ള മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ DP ടെസ്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഈ ടെസ്റ്റിനെ പറ്റി ഒരു ധാരണയായെന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.